الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وأصحابه الفائزين أما بعد قال الله سبحانه وتعالى في قرآنه المجيد لئن شكرتم لأزيدنكم ولئن كفرتم إن عذابي لشديد. എല്ലാ മുഅ്മിനീങ്ങൾക്കും നേർവഴി ആത്മീയ മജ്ലിസിലേക്ക് സ്വാഗതം. ഇന്നലെ ചില ടെക്നിക്ക് പ്രോബ്ലം കാരണം നമ്മളെ മജ്ലിസിന്റെ വോയിസ് ആർക്കും കേൾക്കാൻ കഴിഞ്ഞില്ല എന്ന ഒരു ഏതായിരുന്നാലും ഇന്നലെ നിങ്ങളുടെ മുമ്പാകെ വെച്ച ടോപ്പിക്ക് ഇന്ന് നിങ്ങളോട് സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. സമയം ദീർഘിപ്പിക്കുന്നില്ല. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ദിക്റിന്റെ മഹാത്മ്യങ്ങളെ സംബന്ധിച്ചും പറഞ്ഞതായിട്ട് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫദ്കുറൂനി അദ്കുർക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. സൂറത്തുൽ ബഖറ 152 ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും. ദിക്റിനെ സംബന്ധിച്ച് പറഞ്ഞതിന്റെ ഉടനെ തന്നെ അള്ളാഹു പറഞ്ഞ കാര്യം ശുക്ർ ചെയ്യുക, നിങ്ങൾ എനിക്ക് ശുക്ർ ചെയ്യുക എന്നാണ്. എന്താണ് ശുക്ർ എന്ന് പറഞ്ഞാൽ അതിന് പല നിലക്കുമുള്ള വ്യാഖ്യാനങ്ങളും മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എല്ലാ വിശദീകരണങ്ങളുടെയും നിർവചനങ്ങളുടെയും ആകത്തുക ശുക്ർ എന്ന് പറഞ്ഞാൽ ഇഅ്തിറാഫുൽ ഖൽബി ബിനിഅമില്ലാഹി വസ്സനാഉ അലല്ലാഹി ബിഹാ വസർഫുഹാ ഫി മർളാത്തില്ലാഹി എന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങൾ നമ്മൾ സമ്മതിച്ചു കൊടുക്കുക. ഇതൊക്കെ എൻ്റെ കഴിവാണ്, അത് ആരുടെയും ഒത്താശയോടുകൂടെയോ ഔദാര്യത്തോടുകൂടെയോ എനിക്ക് കിട്ടിയതല്ല എന്ന അഹങ്കാരമല്ല നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓശാരമായി എനിക്ക് നൽകിയതാണ്, എൻ്റെ സ്വന്തം കഴിവല്ല എന്ന് അംഗീകരിക്കാനുള്ളൊരു മനസ്സ് നമ്മൾ കാണിക്കണം. മാത്രം പോരാ, വസ്സനാഉ അലല്ലാഹി ബിഹാ, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങൾക്ക് അവനെ നമ്മൾ വാഴ്ത്തുകയും വേണം, അവനെ നമ്മൾ പുകഴ്ത്തുകയും വേണം. വസർഫുഹാ ഫി മർളാത്തില്ലാഹ്, എന്തെല്ലാം അനുഗ്രഹങ്ങൾ റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകിയോ ആ അനുഗ്രഹങ്ങൾ മുഴുവനും നമ്മൾ അള്ളാഹുവിന്റെ ത്വാഅത്തിലായി, പൊരുത്തത്തിലായിട്ട് വിനിയോഗിക്കുകയും വേണം. എന്താണ് അനുഗ്രഹങ്ങൾ? അനുഗ്രഹങ്ങളെ തേടി നാം മറ്റു ഭാഗങ്ങളിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ ഈ ശരീരത്തിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കിയാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൽ ഉൾക്കൊള്ളാൻ കഴിയും. ഫതഅലമു അന്നക ജിസ്മുൻ സഗീറു വഫീക അൻത വൽ ആലമുൽ അക്ബറു എന്ന് ഒരു കവി പറഞ്ഞിട്ടുണ്ട്. നീ മനസ്സിലാക്കുന്നു നിന്റെ ബോഡി അതൊരു ചെറിയൊരു ബോഡിയാണ് എന്ന് നീ ധരിക്കുന്നു, പക്ഷേ വഫീക അൻത വൽ ആലമുൽ അക്ബറു, നിന്നിൽ വലിയൊരു സാമ്രാജ്യം തന്നെ കുടികൊള്ളുന്നുണ്ട് എന്ന് കവി പറഞ്ഞതുപോലെ നമ്മുടെ ശരീരത്തിന്റെ ഓരോ കോശങ്ങളിലേക്കും സെല്ലുകളിലേക്കും അവയവങ്ങളിലേക്കും തിരിഞ്ഞു നോക്കിയാൽ തന്നെ സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹത്തിന്റെ വണ്ണവലിപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ കയ്യിന്റെ 10 വിരലുകളിൽപ്പെട്ട ഒരു വിരലിന്റെ ഏതെങ്കിലും ഒരു വിരലിന്റെ തലഭാഗത്തിന് ശേഷിക്കുറവ് സംഭവിച്ചാൽ അത് ചലിപ്പിക്കാൻ കഴിയില്ലെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എത്രമാത്രം അതുകൊണ്ടുള്ള ഗുണം നമുക്ക് നാം അനുഭവിക്കുന്നു എന്നത്. അത് ചെറിയൊരു ഉദാഹരണം മാത്രം.
അങ്ങനെ നമ്മുടെ ഓരോ അവയവങ്ങളിലേക്കും ചിന്തിക്കുമ്പോൾ അതിന് വീക്ക് സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ അഭാവം കൊണ്ടാണ് അതിന്റെ വലിപ്പവും അതിന്റെ പ്രാധാന്യവും അതിന്റെ മഹത്വവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. കണ്ണില്ലാത്തവനെ കണ്ണിന്റെ കാഴ്ചയുടെ വലിപ്പം അറിയുകയുള്ളൂ. അതുപോലെ തന്നെ അള്ളാഹു നമുക്ക് സംസാര ശക്തി നൽകി. അതിന് കഴിയില്ലെങ്കിലേ അതിന്റെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ശബ്ദങ്ങൾ കേൾക്കാൻ അള്ളാഹു നമുക്ക് ശ്രവണപടങ്ങൾ നൽകി. അതിന് വീക്ക് സംഭവിക്കുമ്പോഴാണ് അതിന്റെ പ്രാധാന്യം നാം മനസ്സിലാക്കുക. അങ്ങനെ ഓരോ കാര്യത്തിലേക്കും നാം തിരിഞ്ഞു നോക്കുമ്പോൾ അള്ളാഹു ചെയ്ത കണക്കല്ലാത്ത അനുഗ്രഹങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. പ്രിയമുള്ളവരെ, എന്തെല്ലാം വിഷയങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ നാം അറിയാതെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ശിരകളിലൂടെ രക്തം പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നു. അത് നിലച്ചു കഴിഞ്ഞാൽ സ്ട്രോക്ക് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് വന്നാൽ മരണം വരെ സംഭവിക്കും. പെട്ടെന്ന് അതിന് ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജീവൻ പിടിച്ചു നിർത്താൻ കഴിയുകയില്ല. അതുപോലെയുള്ള വിഷയങ്ങളൊക്കെ വന്നാൽ ലക്ഷങ്ങൾ നമ്മൾ ചെലവാക്കുന്നു. ഇപ്പോൾ നമ്മുടെ സിരകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയ ആ തോതനുസരിച്ച് രക്തങ്ങളും മറ്റുമൊക്കെ ഇങ്ങനെ രക്തം പ്രവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു ഫിൽട്ടർ മെഷീൻ ഉണ്ട്. അതാണ് കിഡ്നി എന്ന് പറയുന്നത്, വൃക്ക എന്ന് പറയുന്നത്. അതിന്റെ പ്രവർത്തനം നിലച്ചാൽ എന്തൊരു ബുദ്ധിമുട്ടാണ്. എത്രയോ വൃക്ക രോഗികൾ നമ്മുടെ ഇടയിലുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ ശിഫ നൽകുകയും അതുപോലെയുള്ള രോഗങ്ങളെ തൊട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുകയും ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വൃക്കരോഗം വന്നു കഴിഞ്ഞാൽ ആ മനുഷ്യൻ ഇഞ്ചിഞ്ചായി മരിക്കുകയാണ്. മോഹം തീർന്ന് ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കാൻ പോലും ഒരു ലിമിറ്റ് വെച്ചിട്ടുള്ള ആ വെള്ളമല്ലാതെ കുടിക്കാൻ കഴിയില്ല. ആശിക്കുന്ന ഭക്ഷണങ്ങൾ വേണ്ടതുപോലെ കഴിക്കാൻ കഴിയില്ല. ഒന്നിടവിട്ട് ആസ്പത്രിയിലെ ഡയാലിസിസ് ബെഡിൽ കടന്നുകൊണ്ട് അവൻ കൃത്രിമമായിട്ട് ഈ കിഡ്നിയുടെ ആ ഫിൽട്രേഷൻ വർക്ക് ഉപകരണങ്ങളുടെ സഹായത്തോടുകൂടെ നടത്തേണ്ടി വരും. അല്ലെങ്കിൽ ശരീരം നീര് പിടിച്ച് വല്ലാത്തൊരവസ്ഥയിലാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അത് മുറപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ശ്വാസതടസ്സം വരുന്നു, ജീവിക്കാൻ പറ്റാതെയാവുന്നു, എവിടേക്കും സഞ്ചരിക്കാൻ പറ്റാതെയാവുന്നു. അതുപോലെ ഇന്ന് ഹാർട്ട് രോഗം പെട്ടെന്ന് ആളുകൾ അറ്റാക്കായി മരിക്കുന്ന അവസ്ഥകൾ നാം കാണുന്നു. നമ്മുടെ ഹാർട്ട് അതിന് അള്ളാഹു കണക്കാക്കിയ ആ തോതനുസരിച്ച് അതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾക്ക് അതിന്റെ വില മനസ്സിലാവുകയില്ല. അതൊരല്പസമയം സ്തംഭിച്ചു കഴിഞ്ഞാൽ, അതിലേക്കുള്ള രക്തപ്രവാഹം നിന്നു കഴിഞ്ഞാൽ, അതിന്റെ വാൾവുകൾ അടഞ്ഞു കഴിയുമ്പോഴാണ് ലക്ഷങ്ങൾ ചെലവാക്കി ബൈപ്പാസും ആൻജിയോപ്ലാസ്റ്റിയും അതുപോലെയുള്ള ചികിത്സകളൊക്കെ നാം നടത്തുന്നത്. അപ്പൊ ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ദൈനംദിനം ഓരോ നിമിഷത്തിനും അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഔദാര്യത്തോടുകൂടെ നിഅമത്തോടുകൂടെ നമ്മുടെ ശരീരത്തിലൂടെ അള്ളാഹു പ്രവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ നന്ദി കാണിക്കുന്ന ഒരു സ്വഭാവം നമ്മിലുണ്ടാവണം. നന്ദി കാണിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ധാരാളമായി നിങ്ങൾക്ക് അങ്ങോട്ട് തിരിച്ചു നൽകും. എന്ത് എന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. നൽകേണ്ടതൊക്കെ നിങ്ങൾക്ക് നൽകുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. വലഇൻ ഗഫർതും ഇന്ന അദാബീ ലശദീദ്, നിങ്ങൾ നന്ദികേട് കാണിച്ചാൽ എന്റെ ശിക്ഷ കഠിനമായിരിക്കുമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, നാം ഇവിടെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നാം സദാസമയവും ശുക്ർ ചെയ്യേണ്ടവരാണ്. ആ ശുക്രിന്റെ ഒരു ഭാഗമാണ് നാവ് കൊണ്ട് നമ്മൾ ഇതുപോലെയുള്ള മജ്ലിസൊക്കെ സംഘടിപ്പിച്ചിട്ടും ഒറ്റയായും അല്ലാതെയും ഒക്കെ അള്ളാഹുവിന് ദിക്ർ ചൊല്ലുക എന്നത്. ആ നാവ് കൊണ്ട്, നാവ് എന്ന് പറയുന്ന ആ വലിയ ആ അവയവത്തിന് അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യുന്ന ആ ശുക്രാണ്
നമ്മൾ ദിക്ർ ചൊല്ലലും ഖുർആൻ ഓതലും സ്വലാത്ത് ചൊല്ലലും മറ്റു നല്ല കാര്യങ്ങൾ പറയലും ഒക്കെ. അപ്പൊ ശുക്ർ ചെയ്യുന്ന ഒരു മനസ്ഥിതി എപ്പോഴും നമ്മിലുണ്ടായിരിക്കണം. പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് നൽകുന്നിടത്തോളം അള്ളാഹുവിനെ മറന്നുകൊണ്ട് അള്ളാഹുവിനെ അവഗണിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ചുറ്റുപാട് നാം കാണുന്നു. അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിലാണ് നമ്മളെ മക്കള്, സന്താനങ്ങള്, അതുപോലെ തന്നെ നമുക്ക് നൽകിയ സമ്പത്ത്. ഇന്ന് അള്ളാഹു നൽകിയ ആ സമ്പത്തിന്റെ പേരിൽ ആളുകൾ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ നമുക്കറിയാം. ഗസ എന്ന് പറയുന്ന നമ്മുടെയൊക്കെ കിബിലയായിരുന്ന ആ ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിന്റെ ആ പ്രവിശ്യ, പ്രിയമുള്ളവരെ, മഹാനായ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന് ജന്മം നൽകിയ ആ മഹത്തായ നാട്, നമ്മൾ സാധാരണ ഗാസ എന്ന് പറയുന്ന ഗസ എന്നാണ് പറയേണ്ടത്. ഗസയിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി, ഒരിറ്റ് ദാഹജലത്തിന് വേണ്ടി നമ്മുടെ മക്കൾ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ സഹോദരിമാർ അവിടെ കിടന്ന് നിരകിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ശത്രുക്കൾക്കെതിരിൽ, ജൂത പരീക്ഷകൾക്കെതിരിൽ പടപൊരുതുന്ന ആ സത്യവിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ശാശ്വതമായ വിജയം നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ മനസ്സിലാക്കണം, ഒരു നേരത്തെ ഭക്ഷണത്തിനും വെള്ളത്തിനും വേണ്ടി കൊതിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്ത് നൽകുമ്പോൾ, ഉദാഹരണമായിട്ട് പറയുകയാണ്, ചില വിവാഹങ്ങളിലൊക്കെ നടക്കുന്ന ആർഭാടങ്ങൾ, ധൂർത്തുകള്, ആഭാസങ്ങള്. വിവാഹം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിച്ചൊരു തിരുചര്യയാണ്, സുന്നത്താണ്. ഒരു പൊതുജീവിതത്തിലേക്ക് ഒരു ഇണയും തുണയും പ്രവേശിക്കുകയാണ്. അതിന് നല്ല ഭക്തിയോടുകൂടെയും നല്ല മനസ്സോടുകൂടെയും ആ ജീവിതത്തിലേക്ക് കടക്കേണ്ടവർ ആ ജീവിതത്തിന്റെ തുടക്കത്തിൽ തന്നെ കാട്ടുന്ന ആർഭാടങ്ങളും തോന്നിവാസങ്ങളും നമുക്ക് നാം സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും നേരിട്ടുമൊക്കെ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ ദയനീയമായ കാഴ്ചകൾ. അള്ളാഹുവിനോട് ചെയ്യുന്ന വലിയ ധിക്കാരം. ആ സമ്പത്തിനോട്, അതൊക്കെ ചെയ്യാൻ അവൻക്ക് അള്ളാഹു നൽകിയ സമ്പത്തിന്റെ ആ നിഅമത്തിന്റെ പേരിൽ അള്ളാഹുവിനെ ശുക്ർ ചെയ്യുന്നതിന് പകരം നന്ദി കേട് കാണിക്കുക എന്നത്, അതുപോലെ തന്നെ പവിത്രമായൊരു ജീവിതത്തെ കളങ്കപ്പെടുത്തുക എന്നത്, ഇതൊക്കെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം കാണിക്കുന്നത്. സദാസമയവും ശുക്രിലായി ജീവിക്കേണ്ട നമ്മൾ അതിനൊന്നും മുതിരാതെ അള്ളാഹു ചെയ്ത നിയമത്തുകളൊക്കെ മറന്നുകൊണ്ട് നന്ദി കേട് കാണിക്കുന്നു. എന്നാൽ നിങ്ങൾക്കറിയുമോ, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ ഒരു തെറ്റുപോലും വരാത്തവരാണ് അമ്പിയാക്കൾ. അമ്പിയാ മുർസലീങ്ങളിലെ ഏറ്റവും ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ ഒരു കറ പോലും നുബുവത്തിന്റെ മുമ്പാവട്ടെ ശേഷമാവട്ടെ സംഭവിച്ചിട്ടില്ലാത്ത ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അവർ എത്രമാത്രം അല്ലാഹുവിനെ ശുക്ർ ചെയ്തിട്ടുണ്ട്, എത്രമാത്രം ശുക്ർ ചെയ്തുകൊണ്ടാണ് അവർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിയോഗത്തിന് ശേഷം അവര് ആയിഷ ബീവിയുടെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അതാ റളിയല്ലാഹു അൻഹു പറയുന്നു, ദഖൽതു അലാ ആയിഷ റളിയല്ലാഹു അൻഹാ, ഞാൻ ആയിഷ ബീവിയുടെ അടുക്കൽ ചെന്നു. എന്നിട്ട് ഫഖുൽതു, ഞാൻ ചോദിച്ചു, അഖ്ബിരീനാ ബിഅജബി മാ റഅയ്തി മിൻ റസൂലില്ലാഹ്, ഉമ്മ, അള്ളാഹുവിന്റെ റസൂൽ ഹബീബിൽ നിന്ന് നിങ്ങൾ കണ്ട പുതുമയുള്ള ഒരു കാര്യം എനിക്ക് നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ? പാഠമാക്കാൻ, ഉൾക്കൊള്ളാൻ, ഫോളോ ചെയ്യാൻ പറ്റിയ ഒരു വിഷയം എനിക്ക് പറഞ്ഞു തരുമോ എന്ന് അത്താ റളിയല്ലാഹു അൻഹു ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിച്ചപ്പോൾ ഫബഖത്ത്, മഹദി കരഞ്ഞുപോയി. അള്ളാഹുവിന്റെ ഹബീബിനെ ഓർത്ത് കരഞ്ഞുപോയി. വക്കാലത്ത് അവിടുന്ന് പറഞ്ഞു, അയ്യു ശൈനിഹി ലം യകുൻ അജബാ,
ഓനെ അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് എന്തൊരു കാര്യമാണ് നമുക്കൊക്കെ പാഠമാവാൻ പറ്റാത്ത എന്തൊരു കാര്യമാണുള്ളത്? എല്ലാം നമുക്ക് പാഠമാണ്, എല്ലാത്തിലും നമുക്ക് മാതൃകയുണ്ട്, എല്ലാം പുതുമയുള്ള കാര്യങ്ങളായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരു അനുഭവം വിവരിച്ചു കൊടുക്കുകയാണ്. അത്താനി ലൈലത്തുൻ ഫദഖല മഈ ഫീ ഫിറാശി. ഒരു ദിവസം എന്റെ ഊഴത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാർക്കൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഊഴം നിശ്ചയിച്ചു കൊടുത്തിരുന്നു. എന്റെ ഊഴത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു രാത്രി എന്റെ അടുത്ത് വന്ന് ഫദഖല മഈ ഫീ ഫിറാശി, ഞങ്ങൾ ശയനശയ്യ പങ്കിട്ടു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, അങ്ങനെ സുമ്മ റഫഅ റഅസഹു, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശയനശയ്യ പങ്കിട്ടുകൊണ്ട് ആ രാത്രി ആയിഷ ബീവിയോടുകൂടെ കഴിച്ചു കൂട്ടുമ്പോൾ ആയിഷ ബീവി പറയുന്നു, ഹത്താ മസ്സ ജിൽദി ജിൽദഹു, ഞങ്ങൾ മെയ്യും ഒന്നായി ശരീരവും ഒട്ടിച്ചേർന്നുകൊണ്ട് ഞങ്ങളുടെ ശയനശയ്യയിൽ ഞങ്ങൾ അന്തി ഉറങ്ങുന്ന സമയത്ത് കാല ഒരൽപ്പസമയം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യബ്നത അബീ ബക്രിൻ ദൈനി അതഅബ്ബദു ലിറബ്ബി. കണ്ടോ, ഭാര്യമാരോട് കാണിക്കേണ്ട ഹക്ക് അത് മുറപ്രകാരം നിറവേറ്റിയിരുന്ന റസൂലുള്ളാഹി തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ഊഴത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. എനിക്ക് ആ ഊഴം തെറ്റിച്ചു കൂട്ട, അതിൽ ഞാൻ കൃത്യവിലോപം നടത്താൻ പാടില്ല. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമ്മതം ചോദിക്കുകയാണ്. ആയിഷ, നിന്റെ കൂടെ അന്തി ഉറങ്ങേണ്ട ഊഴമാണിത്, പക്ഷേ എനിക്ക് നിന്നോടൊരു അപേക്ഷയുണ്ട്. ദരീനി അതഅബ്ബദു ലിറബ്ബി യബ്നത അബീ ബക്കർ, ദരീനി അതഅബ്ബദു ലിറബ്ബി. ഒരല്പസമയം എന്റെ റബ്ബിന് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ വേണ്ടി നീ ഒന്ന് എനിക്ക് അനുവദിച്ചു തരണം. കാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഖുൽതു, അപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്നി ഉഹിബ്ബു ഖുർബക, നബിയെ അങ്ങയുടെ സാന്നിധ്യമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, എങ്കിലും ലാകിന്നി ഉസ്റു ഹവാക്, നിങ്ങളുടെ താല്പര്യത്തെയാണ് ഞാനിപ്പോൾ തിരഞ്ഞെടുക്കുന്നത്, അതുകൊണ്ട് അങ്ങ് ഉദ്ദേശിക്കുന്നത് എന്താണോ എങ്കിൽ അത് ചെയ്യാം. അങ്ങനെ ആയിഷ ബീവി പറയുന്നു, ഫഅദിൻതു ലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഞാൻ സമ്മതം കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫഖാമ ഇലാ ഖിർബത്തി മാ, വെള്ളം നിറച്ചൊരു തോൽപാത്രത്തിന്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ഫതവല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വുളൂ ചെയ്തു. വലം യുക്സിർ സബ്ബൽ മാ, വെള്ളം വല്ലാതെ കൂടുതൽ നബി വുളൂ ചെയ്യുമ്പോൾ ഉപയോഗപ്പെടുത്തിയില്ല. നമ്മളൊക്കെ ഇപ്പൊ പള്ളിയിലേക്കോ മറ്റൊക്കെ നിസ്കരിക്കാൻ പോകുമ്പോ ആ ടാപ്പാണ്ട് ഫുള്ളായിട്ടാണ് തുറന്നു വെക്കും. എത്ര വെള്ളമാണ്! നമ്മൾ ശരീരവും മുഖവും കയ്യും മുഖവും ഒക്കെ കഴിയുന്ന ആ ഇടവേളയിൽ പോലും ആ ടാപ്പ് ഓഫാക്കാതെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേ ഇരിക്കുകയാണ്. നമ്മളൊക്കെ ഒന്നു എടുക്കുന്ന വെള്ളത്തിന്റെ കണക്ക് നമ്മൾ നോക്കിയാൽ എത്രമാത്രം വെള്ളമാണ് നാം ചിലവഴിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിങ്ങളൊരു സമുദ്രത്തിൽ ചെന്നുകൊണ്ടാണ് അംഗസ്നാനം ചെയ്യുന്നത്, ശുദ്ധി വരുത്തുന്നത് എങ്കിൽ പോലും നിങ്ങൾ വ്യയം ചെയ്യണം, അമിതമാക്കരുത് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ, കാരണം നല്ലോണം വെള്ള സൗകര്യമുള്ളവരാണ് നമ്മൾ, എന്നാലും നമ്മുടെ നാട്ടിൽ പല ഭാഗങ്ങളിലും കുടിവെള്ളത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന എത്രയോ സ്ഥലങ്ങളുണ്ട്, നാം മറക്കാൻ പാടില്ല. വളരെ കുറച്ച്, എത്ര സ്ലോ ആയിട്ട് ടാപ്പ് തുറന്ന് വെച്ച് ഒതു എടുത്ത് എത്രമാത്രം വെള്ളം കുറച്ച് നമുക്ക് ഒതു എടുക്കാൻ കഴിയുമോ അങ്ങനെയാണ് നമ്മൾ വീട്ടിലാവട്ടെ പള്ളിയിലാവട്ടെ എവിടെ ആവട്ടെ നമ്മൾ കുളിക്കുകയാണെങ്കിലും ഒതു എടുക്കുകയാണെങ്കിലും അതുപോലെ തന്നെ ബാത്റൂമിലേക്ക് പോവുകയാണെങ്കിലും ഒക്കെ വെള്ളം ഉപയോഗിക്കുമ്പോൾ നാം ചെയ്യേണ്ടത്. വെള്ളം ദൂർത്തടിച്ച് കളയാൻ പാടില്ല. അതാണ് ആയിഷ ബിറളിയല്ലാഹു പറയുന്നത്, ഫലം യുക്സിർ സബ്ബൽമായി, വല്ലാതെ വെള്ളം കോരി ഒഴിച്ചില്ല, മിതമായി വെള്ളം ഉപയോഗിച്ചുകൊണ്ട് ഒതു എടുത്തു. സുമ്മ കാമ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
നിസ്കരിക്കാൻ വേണ്ടി എണീറ്റ് നിന്നു. സുമ്മ ഖാമ യുസല്ലി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി എണീറ്റ് നിന്നു. ഫബക്കാ, നിസ്കാരത്തിൽ ഇങ്ങനെ കരയുകയാണ്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഹത്താ സാലത്ത് ദുമൂ അലാ സദ്രിഹി, കണ്ണുനീര് തന്റെ മറുവിടത്തിലൂടെ ഒലിക്കുന്ന രൂപത്തിൽ, കണ്ണുനീര് ധാരധാരയായി ഒഴുകുന്ന രൂപത്തിലുള്ള നിസ്കാരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിച്ചത്. സുമ്മ റക്കാ, റുക്കൂയിലേക്ക് പോകുന്നു. ഫബക്കാ, റുക്കൂയിൽ വെച്ചും കരയുന്നു. സുമ്മ സജദ, സുജൂദ് ചെയ്യുന്നു. ഫബക്കാ, ഇവിടെ വെച്ചും കരയുന്നു. സുമ്മ റഫഅ റഅസഹു, പിന്നെ തലയൊന്ന് പൊക്കി സുജൂദിൽ നിന്ന് സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തിലേക്ക്. ഫബക്കാ, അപ്പോഴും കരയുക തന്നെ. ഫലം യസൽ കദാലിക യബ്കീ, ഇങ്ങനെ നിസ്കാരത്തിലുടനീളം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരയുകയാണ്. ഹത്താ ജാ ബിലാലുൻ ഫഅദനഹു ബിസ്സലാഹ്, ബാങ്ക് വിളിക്കാൻ വേണ്ടി സുബിഹി സമയത്ത് ബിലാൽ വരുന്നവരെ, എന്ന് പറഞ്ഞാൽ രാത്രി മുഴുവനും അള്ളാഹുവിന്റെ ഹബീബ് കരഞ്ഞുകൊണ്ട് നിസ്കരിക്കുകയാണ്. അങ്ങനെ ബിലാൽ റളിയല്ലാഹു അൻഹു സുബ്ഹിക്ക് ബാങ്ക് കൊടുക്കാൻ വേണ്ടി വരുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരഞ്ഞുകൊണ്ട് നിസ്കരിക്കുന്നു. ഈ ഒരവസ്ഥ കണ്ടപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ഫഖുൽതു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മാ യുബ്കീക് വഖദ് ഗഫറല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ, എല്ലാ നിലക്കും ദോഷവിമുക്തനായ പരിശുദ്ധനായ വിശുദ്ധിയുടെ ഉടമയായ അങ്ങ് എന്തിനാണ് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് നിസ്കരിക്കുന്നത് എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ഖാല അഫലാ അകൂനു അബ്ദൻ ശകൂറാ, ആയിഷ, ഞാൻ നന്ദിയുള്ള ഒരു അടിമയാവേണ്ടയോ എന്നാണ്. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ ഹബീബ് ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങൾ മുഴുവനും ഉറക്കമൊഴിച്ചുകൊണ്ട് അള്ളാഹുവിന് ശുക്ർ ചെയ്ത് നിസ്കരിച്ച് അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രദ്ധിച്ചെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്താണ്? നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും തിരിഞ്ഞു നോക്കിയാൽ പ്രതീക്ഷയുള്ള ഒന്നും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല, എത്ര തെറ്റുകളാണ് നാവുകൊണ്ട്, കണ്ണുകൊണ്ട്, നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളെ കൊണ്ടും നാം ഓരോ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു നിമിഷം പോലും ശുക്ർ ചെയ്യാൻ നമ്മൾ തയ്യാറാവുന്നില്ല എന്നതാണ് സത്യം. ആയതുകൊണ്ട് നന്ദിയുള്ളവരാവണം. നമ്മുടെ അവയവങ്ങളൊക്കെ അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ചിലവഴിക്കാൻ നാം ശ്രദ്ധിക്കണം. ഹദീസിൽ കാണാം, യുനാദാ യൗമൽ ഖിയാമത്തി, അന്ത്യനാളിൽ വിളിക്കപ്പെടും, ആളുകളെ വിളിക്കപ്പെടും. ഹമ്മാദീങ്ങൾ എണീറ്റ് വരട്ടെ. അപ്പൊ ഫതഖൂമു സുംറത്തുൻ, ഒരു കൂട്ടം ആളുകൾ എണീറ്റ് വരും. വയുൻസബുലഹും ലിവാഉൻ, അവർക്ക് വേണ്ടി ഒരു പതാക നാട്ടും. ഫയദ്ഖുലൂനൽ ജന്ന, അവർ സ്വർഗത്തിൽ പ്രവേശിക്കും. അള്ളാഹുവിന്റെ റസൂൽ പറയാണ്. അപ്പൊ ഞാൻ അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, നബിയെ, ആരാണ് വമനിൽ ഹമ്മാദൂന, ഈ ഹമ്മാദീങ്ങൾ എന്ന് പറയുന്നത് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലദീന യശ്കുറൂനല്ലാഹ തആല അൻ കുല്ലി ഹാൽ, എപ്പോഴും അള്ളാഹുവിന് നന്ദി കാണിക്കുന്നവർ. അള്ളാഹുവിന് നന്ദി കാണിക്കുന്നവർ. മറ്റൊരു റിവായത്തിൽ കാണാം, അല്ലദീന യശ്കുറൂനല്ലാഹ അല സറാഇ വല്ലറാഇ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലദീന, ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്, അല്ലദീന യശ്കുറൂനല്ലാഹ അല സറാഇ വല്ലറാഇ, ആളുകൾക്ക് രഹസ്യവും പരസ്യവുമായിട്ടൊക്കെ അള്ളാഹു സന്തോഷ സമയത്തും സന്താപ സമയത്തുമൊക്കെ അള്ളാഹുക്ക് ശുക്ർ ചെയ്യുന്ന ആളുകൾ. കരയണം. അള്ളാഹുവിന്റെ ആ നേമത്തുകൾ, പടച്ചവനെ അതിന് വേണ്ടതുപോലെ ശുക്ർ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കരയാൻ നാം ശ്രദ്ധിക്കണം. ഒരു പ്രവാചക തിരുമേനി ചെറിയൊരു കല്ലിനരികിലൂടെ നടന്നു പോകുമ്പോൾ ഒരു വലിയൊരു അത്ഭുതം കണ്ടു. ചെറിയൊരു കല്ലിൻ കഷ്ണമാണ്.
അതിൽ നിന്ന് ധാരാളം വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട് ആ കല്ലിൻ കഷ്ണത്തിൽ നിന്ന്. പ്രവാചകൻ അത്ഭുതപ്പെട്ടു. പ്രവാചകൻ അത്ഭുതപ്പെട്ട് കൊണ്ട് ഈ കാഴ്ച ഇങ്ങനെ കാണുകയാണ്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചെറിയ കല്ലിൻ കഷ്ണത്തിന് സംസാരിക്കാനുള്ള ശേഷി കൊടുത്തു. ആ കല്ല് പറഞ്ഞു, മുൻദു സമീഅതു ഖൗലഹു തആല വഖൂദുഹൻ നാസു വൽ ഹിജാറ. നരകത്തിലുള്ള വിറക് അത് കല്ലും മനുഷ്യരുമാണ് എന്ന് പറയപ്പെടുന്ന ആ ഒരു ആശയം ഞാൻ കേട്ടപ്പോൾ അന്ന് മുതൽ ഞാൻ കരയാൻ തുടങ്ങിയതാണ്. ഫഅന അബ്കി മിൻ ഖൗഫി, പേടിച്ചുകൊണ്ട് ഞാൻ കരയുകയാണ്. എന്റെ കണ്ണുനീരാണ് ഈ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ പ്രവാചകൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, പടച്ചവനെ ഈ കല്ലിനെ നീ നരകത്തിലിടരുത്. പിന്നീട് കുറെ കാലം കഴിഞ്ഞ് അതേ കല്ലിനടിയിലൂടെ ആ പ്രവാചക തിരുമേനി നടന്നു പോയപ്പോൾ അപ്പോഴും ഇങ്ങനെ വെള്ളം ഒഴുകുകയാണ്. അപ്പോഴും വെള്ളം ഒഴുകുകയാണ്. അപ്പോൾ അല്ലാഹു ഒഴിവാക്കിയിട്ടും കരയുകയാണല്ലോ. ലിമ തബ്കിൽ ആന, ഇപ്പോഴും എന്താണ് കല്ല് നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ കല്ല് പറഞ്ഞു, അന്ന് ഞാൻ കരഞ്ഞത് ഭയത്തിന്റെ കരച്ചിലാണ്, പേടിച്ച് കരഞ്ഞതാണ്. ഇന്നത്തെ ഈ കണ്ണീര് സങ്കട കണ്ണീരല്ല, ഇത് സന്തോഷത്തിന്റെ ആനന്ദ കണ്ണീരാണ് എന്ന് ആ കല്ല് പറഞ്ഞു എന്നാണ്. അപ്പോൾ സന്തോഷത്തിലും സന്താപത്തിലും, സന്തോഷത്തില് ആനന്ദം കൊണ്ട് കണ്ണീരൊഴിക്കണം, ദുഃഖത്തില് അള്ളാഹുവിനോട് പടച്ചവനെ ഞാൻ നിനക്ക് വേണ്ടതുപോലെ ഇബാദത്ത് ചെയ്തിട്ടില്ല, ശുക്ർ ചെയ്തിട്ടില്ല, അള്ളാഹുവിന്റെ ശിക്ഷയെ ഓർത്തുകൊണ്ട് അതിൽ ഭയപ്പെട്ടുകൊണ്ട് നാം കണ്ണുനീരൊഴുക്കണം. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൽബ് കൊണ്ടുള്ള ശുക്റുണ്ട്, നാവ് കൊണ്ടുള്ള ശുക്റുണ്ട്. ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾ കൊണ്ടും നാം ശുക്ർ ചെയ്യാൻ കടപ്പെട്ടവരാണ്. കൽബ് കൊണ്ടുള്ള ശുക്ർ എന്ന് പറഞ്ഞാൽ അത് നല്ലത് നമ്മളെ മനസ്സുകൊണ്ട് വിചാരിക്കും. ഞാൻ വളരെ ചുരുക്കി പറയുകയാണ്, ആളുകൾക്ക് വേണ്ടി നാം ഗുണകാംക്ഷയുള്ളവരാവുക. നമ്മുടെ മനസ്സിൽ എപ്പോഴും നന്മയുടെ ചിന്ത മാത്രമേ ഉണ്ടാവുകയുള്ളൂ. മറ്റുള്ളവർക്കും നന്മ വരട്ടെ എന്നുള്ള ചിന്ത മാത്രമാണ് നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടത്. നാവ് കൊണ്ടുള്ള ശുക്ർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഹംദ് ചെയ്യുക, അള്ളാഹുവിനെ പ്രകീർത്തിക്കുക, തസ്ബീഹ് ചൊല്ലുക, ഖുർആൻ പാരായണം ചെയ്യുക, നല്ലത് പറയുക, നല്ലത് ഉപദേശിക്കുക എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നാവിന്റെ ശുക്റാണ്. മറ്റു അവയവങ്ങളെ കൊണ്ടുള്ള ശുക്ർ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ, അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ അവന്റെ പൊരുത്തത്തിലും അവന് വഴിപ്പെടുന്നതിലുമായിട്ട് നാം വിനിയോഗിക്കുക. ചെവി കൊണ്ടുള്ള ശുക്ർ അതിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നുണ്ട്. ആരെങ്കിലും കുറിച്ച് നമ്മൾ വേണ്ടാത്ത എന്തെങ്കിലും കേട്ടാൽ അതിങ്ങനെ പരത്തി നടക്കരുത്. അങ്ങനെ ഒരു സ്വഭാവമാണ് നമുക്കുള്ളത്. അതിൽ ആനന്ദം കൊള്ളുന്നവരാണ്, നമ്മൾ. അത് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ കണ്ണിന്റെ ശുക്ർ എന്ന് പറഞ്ഞാൽ മുസ്ലിമീൻ, നീ ഒരു മുസ്ലിമിൽ നിന്ന് വല്ല ഐബും കണ്ടാല് അതിങ്ങനെ പാടി നടന്ന് ആ മനുഷ്യനെ വഷളാക്കാൻ ശ്രദ്ധിക്കരുത്, അത് ചെയ്യരുത്. ഇതാണ് നമ്മൾ നാവ് കൊണ്ട് നമ്മൾ ചെയ്യേണ്ടുന്ന ശുക്ർ. പ്രിയമുള്ളവരെ, അങ്ങനെ ഓരോ അവയവങ്ങളെ കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ശുക്ർ ചെയ്യാൻ വേണ്ടി നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. അത്തരം ശുക്റുകൾ നമ്മൾ ചെയ്യണം. നമ്മളിപ്പോ എന്താ, നമ്മളെ സ്വഭാവമുണ്ട്, ആരോടെങ്കിലും നമ്മള് എന്തൊക്കെയാണ് വർത്താനം എന്ന് ചോദിച്ചാൽ പറഞ്ഞ ഒരു 8-10 അങ്ങനെ പോണു. അതിന് അൽഹംദുലില്ലാഹ് നമ്മൾ ഈ അറേബ്യൻ നാടുകളിലൊക്കെ ചെല്ലുമ്പോൾ
അവരെ സ്വഭാവം നമ്മൾ പകർത്തണം. കൈഫൽ ഹാൽ നീക്കുന്നവർ അല്ലെ, നമ്മൾ അങ്ങോട്ട് കൈഫൽ ഹാൽ ചോദിച്ചാൽ അൽഹംദുലില്ലാ, എത്ര വിഷമമുള്ള ആളാണെങ്കിലും അൽഹംദുലില്ലാ. ഇതല്ല നമ്മുടെ സ്വഭാവം. എന്താ എന്തൊക്കെയാ വർത്താനം എന്ന് വെച്ചാൽ ഒന്നും പറയണ്ട, ഇന്നലത്തെക്കാളും മോശമാണ് ഇന്ന്, ഒരു 8-10 അങ്ങനെ പോണു എന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരാളോട് ചോദിച്ചു, കൈഫ അസ്ബഹത, എങ്ങനെ ഉണ്ടോ? അപ്പോ ആ മഹാൻ പറഞ്ഞു, ബിഖൈർ, നബിയെ വളരെ റാഹത്താണ്, ഉഷാറാണ്, കുഴപ്പമൊന്നുമില്ല. വീണ്ടും ഫആദ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈഫ അസ്ബഹത്, അപ്പോഴും അയാള് പറഞ്ഞു എന്ത്? ബിഖൈർ. മൂന്നാമത് ചോദിച്ചപ്പോഴും പറഞ്ഞു ബിഖൈർ. അള്ളാഹുവിന്റെ ഹബീബിന്, കാരണം സാധാരണ ആളുകൾ അങ്ങനെയൊന്നും പ്രതികരിക്കാറില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹാദല്ലദീ അറത്തു മിൻക, ഈ ഒരു വാക്ക് കേൾക്കാൻ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ എത്ര വിഷമുള്ളവരാണെങ്കിലും നമ്മൾ എന്തൊക്കെയാണ് വർത്തമാനം എന്നൊരാളോട് ചോദിച്ചാൽ നമ്മളൊക്കെ അതിന് മറുപടി പറയേണ്ടത് അൽഹംദുലില്ലാഹ്. കാരണം എന്താ, ഒരു കാര്യത്തിൽ നമുക്ക് പ്രയാസമുണ്ടെങ്കിൽ അനേകായിരം കാര്യങ്ങളിൽ അള്ളാഹു നമുക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ മറക്കുകയാണ്. നമ്മൾ മേലോട്ടാണ് നോക്കുന്നത്, താഴോട്ട് നോക്കുന്നില്ല. താഴോട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ എത്രയോ മേലെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ രൂപത്തിൽ അള്ളാഹുവിന് ശുക്ർ ചെയ്തുകൊണ്ട് നാം ജീവിക്കണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ശുക്ർ ചെയ്യാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഇതുവരെ പറഞ്ഞതും കേട്ടതും നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുകയും പറഞ്ഞതിനനുസരിച്ച് പ്രവർത്തിക്കുവാൻ എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കുമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഇനി നമ്മൾ ദിക്റിന്റെ മജ്ലിസിലേക്ക് പ്രവേശിക്കുകയാണ്. ആദ്യമായി നമ്മൾ പതിവ് പ്രകാരമുള്ള അൽ അസ്മാഉൽ ഹുസ്ന അത് ചൊല്ലി, കുറച്ച് ദിക്റുകളൊക്കെ ചൊല്ലി, അസ്മാഉൽ ബദർ പെട്ടെന്ന് ചൊല്ലി തീർത്ത് നമുക്ക് ദുആ ചെയ്യാം. പ്രിയമുള്ളവരെ, നമ്മളിതൊരു നല്ലൊരു മജ്ലിസാണ്. പഠനാർഹമായ കാര്യങ്ങളും ടോപ്പിക്കുകളുമാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇത് ഒരാൾക്കെങ്കിലും ഇത് ഈ കേട്ട് പറയുന്ന ഞാനും ആ കേൾക്കുന്നവർക്കും അതൊരു വഴികാട്ടിയാവുകയാണെങ്കിൽ, മാതൃകയാവുകയാണെങ്കിൽ, ഒരു പ്രചോദനമാവുകയാണെങ്കിൽ, മോട്ടിവേഷൻ ആവുകയാണെങ്കിൽ, ആ ഒരു നന്മ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ മജ്ലിസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഇൻസൈറ്റ് മീഡിയ എന്ന ചാനലിലൂടെയാണ് ഇത് നമ്മൾ ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയും മറ്റുള്ളവരെ കൊണ്ടത് ചെയ്യിപ്പിക്കുകയും ചെയ്താൽ കൂടുതൽ ആളുകൾക്ക്, ഒഴിവുള്ള ആളുകൾ, ഈ സമയം കുറച്ച് ഫ്രീ ഉള്ള സമയമാണ്, പ്രത്യേകിച്ച് നമ്മളെ കുടുംബിനികളാവുമ്പോൾ വീട്ടുവേല ചെയ്യുന്നതിൻ്റെ ഇടയിൽ മൊബൈൽ ഓൺ ചെയ്ത് വെച്ചാൽ ഇത് നമുക്ക് കേൾക്കാവുന്നതാണ്. ആണുങ്ങളൊക്കെ ആകുമ്പോൾ, ജോലിക്കാരും മറ്റുമൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും കൂടാൻ കഴിഞ്ഞോളണമെന്നില്ല. കൂടാൻ കഴിയുന്നവരുമുണ്ട്. മൊബൈൽ കയ്യിലുണ്ടെങ്കിൽ യാത്രയിലും മറ്റുമൊക്കെ ആയിട്ട് കേൾക്കാവുന്നതാണ്. അപ്പൊ പരമാവധി ആളുകളിലേക്ക് ഈ സന്ദേശം എത്തിച്ചാൽ നമ്മൾ ഈ പറയുന്ന ഈ ഹൈറായ കാര്യം എല്ലാവർക്കും കേൾക്കാനും അത് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കഴിയും. അപ്പോ എല്ലാവരും കഴിയുന്നതുപോലെ ഈ മജ്ലിസിൽ പങ്കെടുത്ത് ഇതിന്റെ പുണ്യം നേടണം. അള്ളാഹു സുബ്ഹാനഹു, നമ്മളൊക്കെ അമലുകൾ കുറഞ്ഞവരാണ്, ശുക്ർ കുറഞ്ഞവരാണ്. നമ്മൾ ഈ ചൊല്ലുന്ന ദിക്റുകളുടെയും മഹാന്മാരായ അസ്ഹാബുൽ ബദറിന്റെയും നാമങ്ങളെ കൊണ്ട് നമുക്ക് വിജയം ലഭിക്കണം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവരുടെ ഓരം പറ്റിക്കൊണ്ട്, അവരെ സ്നേഹിച്ചുകൊണ്ട്, അൽ മർഉ മൻ അഹബ്ബ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ ആരെ സ്നേഹിക്കുന്നുവോ അവരോടുകൂടെയാണ് എന്ന്. അസ്ഹാബുൽ ബദറിനെ സ്നേഹിക്കുക എന്നത് നമ്മുടെ ഈ അസ്മാഉൽ ബദർ ചൊല്ലുന്നതിലൂടെയൊക്കെ നമുക്ക് കിട്ടുന്ന ഗുണമാണ്. അങ്ങനെ അവരെ സ്നേഹിച്ചിട്ട് ആ സ്നേഹത്തിന്റെ ഫലമായിട്ട് അവരോടുകൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്മാഉൽ ഹുസ്നയിലേക്ക് പ്രവേശിക്കുകയാണ്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉ ബിഹാ.
بسم الله الرحمن الرحيم هو الله الذي لا إله إلا هو يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا غفار يا الله يا قهار يا الله يا وهاب يا الله يا رزاق يا الله يا فتاح يا الله يا عليم يا الله يا قابض يا الله يا باسط يا الله يا خافض يا الله يا رافع يا الله يا معز يا الله يا مذل يا الله يا سميع يا الله يا بصير يا الله يا حكم يا الله يا عدل يا الله يا لطيف يا الله يا خبير يا الله يا حليم يا الله يا عليم يا الله يا غفور يا الله يا شكور يا الله يا علي يا الله يا كبير يا الله يا حفيظ يا الله يا مقيت يا الله يا حسيب يا الله يا جليل يا الله يا كريم يا الله يا رقيب يا الله يا مجيب يا الله يا واسع يا الله يا حكيم يا الله يا ودود يا الله يا حمم يا مجيد يا الله يا باعث يا الله يا شهيد يا الله يا حق يا الله يا وكيل يا الله يا قوي يا الله يا متين يا الله يا ولي يا الله يا حميد يا الله يا محسن يا الله يا مبدع يا الله يا معيد يا الله يا مبدئ يا الله يا معيد يا الله يا محيي يا الله يا مميت يا الله يا حي يا الله يا قيوم يا الله يا واجد يا الله يا ماجد يا الله يا واحد يا الله يا أحد يا الله يا صمد يا الله يا قادر يا الله يا مقتدر يا الله يا مقدم يا الله يا مؤخر يا الله يا أول يا الله يا آخر يا الله يا ظاهر يا الله يا باطن يا الله يا والي يا الله يا متعالي يا الله يا بر يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله يا مقصد يا الله يا جامع يا الله يا غني يا الله يا مغني يا الله يا ماني يا الله يا ضار يا الله يا نافع يا الله يا نور يا الله يا هادي يا الله يا بديع يا الله يا باقي يا الله يا وارث يا الله يا رشيد يا الله يا صبور يا الله الذي لم يلد ولم يولد ولم يكن له كفوا أحد ليس كمثله شيء وهو السميع البصير إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي استغفروا ربكم إنه كان غفارا يرسل السماء عليكم مدرارا استغفر الله العظيم 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 يا الله يا رحمن يا رحيم 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 يا الله يا رحمن يا رحيم
يا الله يا رحمن يا رحيم يا الله يا رحمن يا رحيم يا الله يا رحمن يا رحيم يا الله يا رحمن يا رحيم يا الله يا رحمن يا رحيم يا الله يا رحمن يا رحيم يا الله يا رحمن يا رحيم يا الله يا رحمن يا رحيم يا الله يا رحمن يا رحيم يا الله يا رحمن يا رحيم يا الله يا رحمن يا رحيم يا الله يا رحمن يا رحيم يا الله يا رحمن يا رحيم يا الله يا رحمن يا رحيم يا الله يا رحمن يا رحيم يا الله يا رحمن يا رحيم يا الله يا رحمن يا رحيم يا الله يا رحمن يا رحيم يا الله يا رحمن يا رحيم يا الله يا رحمن يا رحيم يا الله يا رحمن يا رحيم يا الله يا رحمن يا رحيم جددوا إيمانكم ونذروا قلوبكم وزينوا ألسنتكم بقول لا إله إلا الله 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 لا إله إلا الله. ഇനി ജലാലത്തിൻ്റെ ഇസ്മാണ് നമ്മൾ ചൊല്ലുന്നത്. എല്ലാവരും ആത്മാർത്ഥമായി അള്ളാഹുവിനെ മാത്രം മനസ്സിൽ കരുതിക്കൊണ്ട് ചൊല്ലുക. അല്ലാഹു അല്ലാഹു അല്ലാഹ് 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 അല്ലാഹു അല്ലാഹു അല്ലാഹ്. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലന്നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم.
اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. صل على جميع الأنبياء والمرسلين والحمد لله رب العالمين. ഈ അസ്മാഉൽ ബദർ ചൊല്ലുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മദദ് നമ്മുടെ ജീവിതത്തിലുടനീളം അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. അവരോടൊപ്പം സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. സ്വലാത്തുൻ അലാ നൂരിൽ വജൂദി വ ആലിഹി വ അസ്ഹാബി ബദ്രിൻ തുമ്മ കുല്ലി സ്വഹാബതി തബാറകത മൗലാന ലക്കൽ ഹംദു മദിഹ കിറാമൻ നിഖാബൻ സിയ്യമൈന റഹ്മതി آتينا بحاجات لديك توسلا بأصحاب بدر فاكشفا كل كربتي محمد المختار ثم أبي بكر وعمر وعثمان علي وطلحة صلاة على نور الوجود وآله وصحاب بدر ثم كل الصحابة زبير سعيد عبد الرحمن مع أبي عبيدة سعد أوس وأنصتي أبي إياس نخنس نرق من أنس إياس نونيس أسعد بن لي خلدتي صلاة على نور الوجود وآله وأصحاب بدر ثم كل الصحابة مجيد بشير بشر بحاس بسبسا براء بلال مع تميم بن سمتي تميم ثابت سقف ثابتي وثلابة مع ثابت بيمامتي وثلابة مع ثابت ثم ثابتي وثلابة جبر وجبار خرصتي جبير وجابر جابر ثم هارسي وهاتي بهم مع حارس ثم حمزتي وحارسة مع حارس ثم هارسي وهارسة مع حارس ثم حمزتي حباب حبيب حارس ثم حارسي حرام حسين حارس بن لي خزمتي صلاة على نور الوجود وآله وصحاب بدر ثم كل الصحابة وحاتي بهم مع حارس ثم حارس قريش وحارس خدنه الصتي وخارجة خلاد خالدي وخلاد خليد خليفتي خبيب وخباب خالدي خريب خنيس ما خداشي قطادتي خراش وخولي وخضات ثم ذي شمالين ذكوان ربيتي وربعيهم رافع ثم رافعي ورافعهم رافع ورفاتي ورافعهم راشد ورفاتي رفاتهم ورفات ورخيلتي صلاة على نور الوجود وآله وصحاب بدر ثم كل الصحابة زياد زيد زيادهم وزيد زيد وسلمتي سيماك سليم سالم وسويبط سنان سالم وسراقتي سواد سهيل سهل سوادين سالط سهيل ثم سهل وصبرتي
وسفيان سهل سعد سعد وسلمة وسعد وسعد سعد سعد وسلمة سليم سليم سعد سعد وسائب سليم وسعد سعد سعد سراقة شجاع وشماس شريك صهيبهم وصفوان صيفين صبيهم والامرتي صلاة على نور الوجود وآله وصحاب بدر ثم كل صحابتي ولحاك لحاك طوفيل طوفيلهم طوفيل طولي بن عبد الله يا عبدتي وعاصمي عبد الله يا عبد لربي وعاصمي عبد الله يا بسن عبادتي وعاصمي عبد الله يا قيل عاصمي عمير وعبد الله يا ابن عمرتي وعبد الله يا أمير اسمتي عدي وعبد الله أجلان عميدي وعيدي عبد الله أمد عبيدتي عبيد وعبد الله ثم بعميدي عبيد وعبد الله عثمان عقبتي صلاة على نور الوجود وآله وصحابي بدر ثم كل الصحابة وعقبة عبد الله عقبة عقبتي عبيد وعبد الله أمد النتيتي عبيد وعبد الله ثم بأمرهم عمير وعبد الله أمد النسيمة عمير وعبد الله أمد وأوفيهم عمير وعبد الله نجلي رضاتي عمير وعبد الله ثم بأمرهم إياد وعبد الله نسلي سراقتي وعبد الرحمن وعكاشة وعبد الله عبد الله أمد بن كندتي وعباد عبد الله أمد وامري وعباد عبد الله مخصوص كلمتي وأمد وعبد الله أمد وامري وأنا مفاكي فروة وقدامتي صلاة على نور الوجود وآله وصحاب بدر ثم كل صحابة وقيس وقيس قطبة وقتادة وقيس وكعب ثم كعب ولبدة وما بدي معني ما بدي معني معمري ومالكي مسعودي معذري شهدتي محمدي مدلاج مبشري مالكي مهرري مقداد موليل بني وبراتي معتي بمسعود معتي بمالكي معتي بمسعود معاذ بني سمتي معوذي مسعود ومكلي مرثدي مجذري مسعود ومهرزي نظلتي ومنذري مسعود ومعجعي مصعبي معاذ منذر بني قدامتي صلاة على نور الوجود وآله وصحابي بدر ثم ما كل الصحابة معاذ مالك ثم مالك ومنذري مالك مصطحبين أثافتي ومالك نعيمان نوفلي ونعمان يرجتي ونعمان نظريهم ونعمان وبمضكة ووادياتي ووقيري وبنانهم وإلالهم قبيل يزيد ما يزيد لتمرتي يزيد ما يزيد أبي أور وابن لي كبشة وابن لي كبشة سلمتي أبي حبات وابن لي أيوب ما بي حبيب النبي خلادي وابي حذيفتي صلاة على نور الوجود وآله وصحابي بدر ثم كل صحابتي
أبي هنات وابن لقيس أبي حسن أبي يسر وابن لسلمة غلاتي أبي طلحة وأبي لبابة مع أبي موليل النبي داود وأبي خزيمة أبي سرمة وابن لخارجة النبي عقيل النبي مسعود وأبي دجانة أبي أبس وأبي صلت النبي سنان أبي هيثم وابن لصبرة مكتي أبي مرثد وابن لمخشي وابن لشيخ أبي الله وأبي قتادتي صلاة على نور الوجود وآله وأصحابي بدر ثم كل الصحابة عليهم للاجئناك بساط كفنا لتحصيل مأمول وإنجاز رغبتي ولطفا بنا في كل أمر ميسرا موسي أرزاق ودافي آفتي وناصيرنا نصرا منحت به لهم وبارك ووفقنا وسقنا لحضرتي رذائلنا بدل بأسنا محاسني تطهيرنا عن غير وقدرتي إليك فأوصلنا بلاك يحفنا ونورك يهدينا شهود ميتي أدم مظهرا بالفضل نحوك جاذبا تعاليت نسني الختم مع كل خيرتي صلاة على نور الوجود وآله وصحاب بدر ثم كل الصحابة. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ഒരുപാട് ആളുകൾ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു നാം ഇവിടെ ചൊല്ലിയ ദിക്റുകളുടെയും അസ്മാഉൽ ഹുസ്നയുടെയും സ്വലാത്തിൻ്റെയും അതുപോലെ അസ്മാഉൽ ബദറിൻ്റെയും ഹക്ക് കൊണ്ട് എല്ലാവരുടെയും മുറാദുകൾ അള്ളാഹു നിറവേറ്റി തരട്ടെ. നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ എന്തൊക്കെയാണോ ഉദ്ദേശിക്കുന്നതെങ്കിൽ അള്ളാഹു അത് മുഴുവനും അള്ളാഹു പരിഹരിച്ചു തരട്ടെ. അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായിട്ട് ശിഷ്ടകാലം മുഴുവനും ജീവിച്ച് ആഖിബത്ത് നന്നായി മരിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ സുഹൃത്ത് ലുഖ്മാൻ സഖാഫി തങ്കരയുടെ പിതാവ് അബൂബക്കർ ഹാജി മരണപ്പെട്ട വിവരം അറിഞ്ഞിട്ടുണ്ട്. പണ്ഡിതന്മാരെയും ദീനിനെയും വളരെയധികം സ്നേഹിച്ച ഒരു മഹൽ വ്യക്തിത്വമാണ്. സാധാരണക്കാരനാണെങ്കിലും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അദ്ദേഹത്തിന് മഗ്ഫിറത്തും അർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇവിടെ ചൊല്ലിയ ദിക്റുകളുടെയും ഖുർആനിൻ്റെയും അസ്മാഉൽ ഹുസ്നയുടെയും അസ്മാഉൽ ബദറിൻ്റെയും ഒക്കെ സവാബിൻ്റെ മിഥില് അള്ളാഹു അവരുടെ ഹളറത്തിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ. അവരെയും ഇതിനു മുമ്പ് മരണപ്പെട്ടു പോയ സഖാഫിയുടെ ഉമ്മാൻ്റെയും ഖബറിടം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ.
ജന്നാത്തു നഈമിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അതുപോലെ നമ്മോട് ബന്ധപ്പെട്ട പലരും ഈ അടുത്തായിട്ട് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا مولانا محمد. അർഹമുറാഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, ഞങ്ങളിവിടെ ചൊല്ലിയ ദിക്റുകളും ഖുർആനും സ്വലാത്തുകളും അസ്മാഉൽ ബദ്റും ഇതിൻ്റെയൊക്കെ തവാബിന്റെ മിസില് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്തിക്കണേ അല്ലാഹ്. മുഴുവൻ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, ശുഹദാക്കൾ, അയിമ്മത്തുകൾ, മഹാന്മാർ മുഴുവൻ മഹൽ വ്യക്തികളുടെയും മഹ്ദറത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. അർഹമുറാഹിമായ തമ്പുരാനെ, ഞങ്ങളിവിടെ ചൊല്ലിയ ദിക്റുകളുടെയും അസ്മാഉൽ ഹുസ്നയുടെയും സ്വലാത്തുകളുടെയും അസ്മാഉൽ ബദ്റിന്റെയും ഹക്ക് കൊണ്ട് അല്ലാഹുവേ, ഞങ്ങൾ സാധുക്കളാണ്, പാപികളാണ്, അമലുകൾ കുറഞ്ഞവരാണ്, തെറ്റുകുറ്റങ്ങൾ ധാരാളം ചെയ്തു കൂട്ടിയവരാണ്. അല്ലാഹുവേ, നിന്റെ മഹദ് ഫദ്ൽ കൊണ്ട് അതെല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി നീ ഇഷ്ടപ്പെടുന്ന നിന്റെ ഷാക്കിരീങ്ങളായ അടിമകളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളുടെ ഇഷ്ടായുസ് മുഴുവനും നിന്റെ പൊരുത്തത്തിലാക്കാനുള്ള സന്മനസ് നൽകണം അല്ലാഹ്. ദുനിയാവ് വളരെ മോശമാണ്, ഈ കാലഘട്ടം വളരെ മോശമാണ്, തിന്മകൾ നിറഞ്ഞ ലോകത്താണ് ഞങ്ങൾ ജീവിക്കുന്നത് അല്ലാഹ്. വഴികേടിലേക്ക് പോകാതെ ജീവിതം സുരക്ഷിതമാക്കി ഈമാൻ ഉറപ്പിച്ചുകൊണ്ട് സ്വാലിഹീങ്ങളായി ജീവിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്കും ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങൾ, കൂട്ടുകുടുംബങ്ങൾ, ഞങ്ങൾ ഇഷ്ടപ്പെടുന്നവർ, ഞങ്ങളോട് ബന്ധപ്പെട്ടവർ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അർഹമുറാഹിമായ തമ്പുരാനെ, ഈ ജീവിതത്തിൽ ഞങ്ങൾ ഒരുപാട് ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരാണ്. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, ദാരിദ്ര്യം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, തൊഴിലില്ലായ്മ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. അങ്ങനെ പല പല ബുദ്ധിമുട്ടുകളും സഹിക്കുന്നവരാണ്. അല്ലാഹുവേ, നിന്റെ മഹദ് ഫദ്ല് കൊണ്ട്, ഈ മജ്ലിസിന്റെ ഹക്ക് കൊണ്ട് ഞങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകൾക്കും പരിഹാരം നൽകണേ തമ്പുരാനെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും ഞങ്ങൾക്ക് സലാമത്ത് തരണം അല്ലാഹ്, ഞങ്ങൾക്ക് സലാമത്ത് തരണം അല്ലാഹ്. അല്ലാഹുവേ, കഠിനമായ പരീക്ഷണങ്ങൾ നൽകി ഞങ്ങളെ പരീക്ഷിക്കരുത് അല്ലാഹ്. അല്ലാഹുവേ, ഒരുപാട് ആളുകൾ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് റബ്ബേ, എല്ലാവർക്കും പൂർണ്ണ ശിഫ നൽകണേ അല്ലാഹ്. മാരകമായ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയാത്ത രോഗങ്ങൾ ഞങ്ങൾക്ക് നൽകല്ല അല്ലാഹ്. വൃക്ക രോഗങ്ങൾ നൽകല്ല അല്ലാഹ്, ക്യാൻസർ നൽകല്ല അല്ലാഹ്, അറ്റാക്ക് നൽകല്ല അല്ലാഹ്, കൈകാലുകൾക്കും മറ്റുമൊക്കെ മരവിപ്പും വേദനയും നൽകല്ല അല്ലാഹ്. ഞങ്ങളുടെ ജീവിതശൈലി രോഗങ്ങൾ, ഷുഗർ രോഗങ്ങൾ, അതുപോലെ പ്രഷർ തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾക്കൊക്കെ നീ ശിഫ നൽകണേ അല്ലാഹ്, ആഫിയത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കണ്ണുകളുടെ കാഴ്ച ശക്തി നീ നിലനിർത്തി തരണം അല്ലാഹ്, സംസാരശേഷി നിലനിർത്തി തരണം അല്ലാഹ്, കേൾവി ശക്തി നിലനിർത്തി തരണം അല്ലാഹ്. ഞങ്ങളുടെ എല്ലാ അവയവങ്ങൾക്കും പൂർണ്ണ ആരോഗ്യം നൽകണേ അല്ലാഹ്. അർഹമുറാഹിമായ റബ്ബേ, രോഗത്തിന്റെ വല്ല അണുക്കളും ഞങ്ങളുടെ ശരീരത്തിൽ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ, ആ ബദരീങ്ങളുടെ ഹക്ക് കൊണ്ട് അസ്മാഉൽ ഹുസ്ന ഒരവസ്ഥയിലേക്ക് ഞങ്ങളെ തള്ളി വീഴടല്ല അല്ലാഹ്. അല്ലാഹുവേ, ICUവിലും വെന്റിലേറ്ററിലും ആയി കിടക്കേണ്ട അവസ്ഥ ഞങ്ങൾക്ക് വരുത്തരുത് അല്ലാഹ്. അല്ലാഹുവേ, ആരുടെ മുന്നിൽ ഞങ്ങളെ നീ ഫളീഹത്തിലാക്കല്ല അല്ലാഹ്. ആരെങ്കിലും ബുദ്ധിമുട്ടിച്ച് അവരാശ്രയിച്ച് ജീവിക്കേണ്ടുന്നൊരവസ്ഥ ഞങ്ങൾക്ക് നൽകല്ല അല്ലാഹ്. അല്ലാഹുവേ, ജീവിക്കും കാലത്തോളം ഇസ്സത്ത് നൽകണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെയും ഞങ്ങളുടെ മക്കളുടെയും ഞങ്ങളോട് ബന്ധപ്പെട്ട ഞങ്ങളുടെ സുഹൃത്തുക്കളുടെയും എല്ലാവരുടെയും ജോലിയിലും കച്ചവടങ്ങളിലും ഇടപാടുകളിലും നീ ബറക്കത്ത് ചെയ്യണം അല്ലാഹ്. അർഹമുറാഹിമായ തമ്പുരാനെ, ഹലാലായത് മാത്രം ഭക്ഷിക്കാനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ കടങ്ങൾ എത്രയും പെട്ടെന്ന് വീട്ടാനുള്ള വഴി തുറന്നു തരണം അല്ലാഹ്. അർഹമുറാഹിമായ തമ്പുരാനെ, വിവാഹപ്രായം തികഞ്ഞു നിൽക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഞങ്ങളോട് ബന്ധപ്പെട്ടവരുണ്ട് റബ്ബേ, അവർക്കൊക്കെ സ്വാലിഹീങ്ങളായ ഇണകളെ നൽകണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ നീ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. വഴിതെറ്റിപ്പോകുന്നവരാക്കരുത് അല്ലാഹ്. ഈമാനും തഖ്വയും ഉറപ്പിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖീങ്ങളായി ജീവിക്കുന്ന, ഞങ്ങൾക്ക് കൺകുളിർമയേകുന്ന ഇഹത്തിലും പരത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ സമ്പത്തുകളിലും ഞങ്ങളുടെ പ്രവൃത്തികളിലും ജോലികളിലും ഞങ്ങളുടെ എല്ലാ ഇടപാടുകളിലും നീ ബറക്കത്തും റഹ്മത്തും ചൊരിഞ്ഞു തരണേ അല്ലാഹ്. അർഹമുറാഹിമായ തമ്പുരാനെ, വീടില്ലാത്തവരുണ്ട്, അവർക്ക് വീട് വെക്കാനുള്ള വഴി തുറന്നു കൊടുക്കണം അല്ലാഹ്. വീടിന്റെ പണി തുടങ്ങി വെച്ചവർക്ക് അത് പൂർത്തിയാക്കാനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ്.
അർഹമുർ-റഹീമായ തമ്പുരാനെ, ഒട്ടനവധി ആളുകൾ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഞങ്ങളോട് ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, അവരുടെയൊക്കെ ഉദ്ദേശങ്ങൾ, ഞങ്ങളുടെയൊക്കെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കി തരണം അല്ലാഹ്. പ്രവാസികളായ ഞങ്ങളുടെ സഹോദരന്മാർ പല നിലക്കുള്ള പ്രതിസന്ധികൾ നേരിടുന്നവരുണ്ട്. പഠിച്ചവനെ, അവരെല്ലാം പ്രതിസന്ധികളിൽ നിന്ന് കരകയറ്റി മാന്യമായ ജീവിതമാർഗം തുറന്നു കൊടുക്കണം അല്ലാഹ്. എല്ലാ പ്രയാസങ്ങളും തീർത്തു കൊടുക്കണം അല്ലാഹ്. മനസ്സിന് സമാധാനം നൽകണം അല്ലാഹ്. അർഹമുർ-റഹീമായ തമ്പുരാനെ, പട്ടിണി കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളോട് ബന്ധപ്പെട്ട ഞങ്ങളുടെ മാതാപിതാക്കളായിട്ടും മറ്റുമായിട്ടും പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട് റബ്ബേ. അവർക്കൊക്കെ മാഫിറത്ത് നൽകണം അല്ലാഹ്. ഞാൻ നേരത്തെ പറഞ്ഞ ഇന്നും ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് മരണപ്പെട്ടു പോയ സഹോദര സഹോദരിമാർക്ക് നീ മാഫിറത്ത് നൽകണം അല്ലാഹ്. മർഹമത്ത് നൽകണം അല്ലാഹ്. ഞങ്ങളെയും അവരെയും ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനേ. ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് വച്ചിട്ടുള്ള ആയുസ് അത് അവസാനിക്കുന്ന സമയത്ത്, ഈ ലോകത്തോട് വിട പറയുന്ന സമയത്ത്, നല്ല സ്ഥലത്ത് നല്ലവരുടെ ഹദ്റത്തിൽ വെച്ച് കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മുത്തുനബിയുടെ പുഞ്ചിരിക്കുന്ന മുഖം കണ്ട് സന്തോഷിച്ച് മരിക്കുന്നവരിൽ സാധുക്കളായി ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, അവരോടൊപ്പം നാളെ ജന്നാത്തുൻ നഈമിൽ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലൈഹി സയ്യിദനാ മുഹമ്മദ് വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.